രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുന്നുവെന്ന ഗൗരവമുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാർത്താസമ്മേളനം നടത്തി ആരോപിച്ചത്. വെറും ആരോപണം ഉന്നയിക്കുകയല്ല, ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന മഹദേവപുര എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക അനലൈസ് ചെയ്തുകൊണ്ട് 1,250,000 വോട്ടുകൾ അവിടെ ക്രമവിരുദ്ധമായി ചേർത്തു. ഇരട്ട വോട്ടുകൾ, വിലാസം കൃത്യമല്ലാത്തത്, പിതാവിൻ്റെ പേര് കൃത്യമല്ലാത്തത്, അങ്ങനെ തുടങ്ങി പല വിധത്തിലുള്ള ക്രമക്കേടുകൾ, ഒരു വിലാസത്തിൽ തന്നെ നിരവധി വോട്ടുകൾ ചേർത്തത്, ഇങ്ങനെ പല ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അറിയിച്ചുകൊണ്ടായിരുന്നു ആ വാർത്താസമ്മേളനം. ഈ വാർത്താസമ്മേളനം പുറത്തു വന്നതിന് തൊട്ട് പുറകെ BJPയുടെ നേതാക്കൾ ഇത് വോട്ടർ പട്ടിക നേരത്തെ പ്രസിദ്ധീകരിക്കുന്നതല്ലേ, അത് നിങ്ങൾക്ക് പരിശോധിച്ചുകൂടായിരുന്നോ, നിങ്ങൾ പരിശോധിക്കാത്തതല്ലേ പ്രശ്നം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ ഞായറാഴ്ച ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താസമ്മേളനം വിളിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, ഒപ്പം മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, ഇവരെല്ലാവരും ചേർന്നിട്ട് വാർത്താസമ്മേളനം നടത്തി. രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം മുഴുവൻ അടിസ്ഥാനരഹിതമാണ്. ഈ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ ഉദ്ദേശമേയില്ല. ഈ പറയുന്ന വിധത്തിൽ ഇരട്ട വോട്ടുകൾ തടയുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പൂർണ്ണമായി സാധ്യമായ കാര്യമല്ല. അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള വിശദീകരണം നൽകുകയുണ്ടായി. ഈ വിശദീകരണം യുക്തിസഹമാണോ എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായ AJ ഫിലിപ്പാണ്. അദ്ദേഹത്തിൻ്റെയും റിസാല അപ്ഡേറ്റിൻ്റെയും പ്രേക്ഷകർക്ക് സുപരിചിതനാണ് അദ്ദേഹം. സ്വാഗതം സാർ. ഞാൻ ആദ്യം ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ ഇന്നലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഒരു വിശദീകരണം അത് യുക്തിസഹമാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഞാൻ താങ്കളോട് പറയുകയാണ്, താങ്കളുടെ പേഴ്സിൽ നിന്ന് 2 500 നോട്ടുകൾ താഴെ പോയി. അതോടൊപ്പം തന്നെ 200-ന്റെ 1 നോട്ട്, 100-ന്റെ 2 നോട്ട്, 50-ന്റെ 4 നോട്ട് താഴെ പോയി എന്ന് പറഞ്ഞാൽ താങ്കൾ എന്നോട് പറയുകയാണ്, ഇതിന്റെ പ്രൂഫ് കൊണ്ടുപോയി, ഇത് താഴെ പോയെന്നുള്ളതിന്റെ പ്രൂഫ്, ഒരു അഫിഡവിറ്റ് ഇതാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. താങ്കൾക്ക് താങ്കളുടെ പേഴ്സ് തുറന്നൊന്ന് നോക്കിയാൽ മതി, ഞാൻ ഈ പറയുന്നത് ശരിയാണോ സത്യമാണോ, കള്ളമാണോ ശരിയാണോ, അതനുസരിച്ച് താങ്കൾക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഇന്ന സംഭവിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി തെളിവുകളോടുകൂടി അദ്ദേഹം ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നു. അതിന് സത്യവാങ്മൂലം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് വളരെ വളരെ കരുതിക്കുട്ടിയുള്ള ഒരു റിപ്ലൈ ആണ്. അത് ഇന്ന് തന്നെയല്ല, വളരെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 12 ദിവസം കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ കമ്മീഷന് ഇന്നലെ ഈ പത്രസമ്മേളനം നടത്തുന്നത്. പത്രസമ്മേളനം നടത്തിയത് ഏത് ദിവസമാണ്? ഞായറാഴ്ച ദിവസം. ഞായറാഴ്ച നമുക്കെല്ലാം ഇപ്പോൾ അറിയാം, കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഫീസുകൾക്കും ഇന്ത്യയിലെ എല്ലാ ഓഫീസുകൾക്കും അവധിയുള്ള ഒരു ദിവസം. ഇലക്ഷൻ കമ്മീഷനും അന്ന് അവധിയാണ്. പക്ഷേ ഇതിനെ അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം അന്ന് ഇന്നലെ പത്രസമ്മേളനം നടത്തുന്നത്. പത്രസമ്മേളനം നടത്തിയ ടൈമിങ്ങിന്റെ ഒരു പ്രത്യേകത കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെയാണ് രാഹുൽ ഗാന്ധി ബീഹാറിലെ ഒരു യാത്ര പരിപാടി ആരംഭിക്കുകയാണ്. ഇന്നലെ രാവിലെ ആരംഭിച്ച് ഇന്നലെ വൈകിട്ട് അത് സമാപിച്ചു. ഇന്നലെ വൈകിട്ട് ഒരു സമാപന സമ്മേളനം, വലിയൊരു സമ്മേളനമുണ്ട്. അതുമായിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്താണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്നലത്തെ പ്രസ് കോൺഫറൻസ്. എന്തായാലും പ്രസ് കോൺഫറൻസിന്റെ ഉദ്ദേശം രാഷ്ട്രീയമായിരുന്നു എന്ന് പറയേണ്ടി വരും. കാര്യം ഇലക്ഷൻ കമ്മീഷനുടെ മുഖഭാവമായാലും അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളോടുള്ള ഉത്തരം, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആകുന്നത് ഒരു ഇലക്ഷൻ കമ്മീഷണർ സംസാരിക്കുന്ന രീതിയിലല്ല ഇന്നലെ ശ്രീ ജ്ഞാനേഷ് കുമാർ സംസാരിച്ചത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയാണ് സംസാരിച്ചത് എന്ന് എനിക്ക് ദുഃഖകരമായിട്ട് പറയേണ്ടി വരുന്നു. മറ്റൊന്ന് ഒരു കാര്യം കൂടെ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ കേരളത്തിൽ നിന്നുള്ള ഒരു ടെലിവിഷൻ ചാനലിന്റെ ഒരു ബ്യൂറോ ചീഫ്, ഡൽഹിയിലെ ബ്യൂറോ ചീഫ്, അദ്ദേഹം ഇംഗ്ലീഷിൽ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. ഇംഗ്ലീഷിൽ ചോദിച്ച ചോദ്യത്തിന് ശ്രീ ജ്ഞാനേഷ് കുമാർ മറുപടി നൽകിയത് ഹിന്ദിയിലാണ്. ശ്രീ ജ്ഞാനേഷ് കുമാറിന് നല്ലതുപോലെ മലയാളം സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫീൽഡ് പോസ്റ്റിംഗ് അടൂരായിരുന്നു, കേരളത്തിലെ അടൂരായിരുന്നു. അത് തന്നെയല്ല, എറണാകുളത്ത് അദ്ദേഹം കളക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കേരള കേഡർ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ മലയാളം നല്ലതുപോലെ സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി അദ്ദേഹത്തോട് ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി നൽകിയത് ഹിന്ദിയിലാണ് എന്നുള്ളതും പ്രസ്താവയോഗ്യമാണ്. അതിലൊരു രാഷ്ട്രീയമുണ്ട്. കാരണം കഴിഞ്ഞിടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഹോം മിനിസ്ട്രിയിലെ ഒരു ഫയല് പോലും ഇംഗ്ലീഷിൽ എഴുതപ്പെടുന്നില്ല, എല്ലാം ഹിന്ദിയിലാണ് എഴുതപ്പെടുന്നതെന്ന് അദ്ദേഹം
ഈയിടെ അവകാശപ്പെട്ടു. അത് അവകാശപ്പെട്ടത് ഒരു വലിയ അഭിമാനത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ വളരെ വർഷങ്ങള് ജോലി ചെയ്തൊരു വ്യക്തിയാണ് ശ്രീ ജ്ഞാനേഷ് കുമാർ. ജ്ഞാനേഷ് കുമാർ ഹോം മിനിസ്ട്രിയിലായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇന്നലെ ഇംഗ്ലീഷിൽ ചോദിച്ച ചോദ്യത്തിന് ഇംഗ്ലീഷിൽ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഹിന്ദിയിൽ മറുപടി പറഞ്ഞത്. അതുപോലെ അതൊരു നിസ്സാര കാര്യമായിട്ട് വേണമെന്നില്ല നമുക്ക് കണക്കാക്കാം. പക്ഷെ എന്നിട്ട് അദ്ദേഹം ചെയ്യേണ്ടത് ഈ ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഒരു എൻക്വയറി നടത്താനാണ് എടുത്തു കയറുന്ന അദ്ദേഹം വേണ്ടത്, അദ്ദേഹം ചെയ്യേണ്ടത്. ഇനി അദ്ദേഹം പത്രസമ്മേളനം ഒന്നും നടത്തേണ്ട യാതൊരു കാര്യവുമില്ല. അദ്ദേഹത്തോട് പറഞ്ഞത്, ഞാൻ താങ്കളോട് പറഞ്ഞതുപോലെ താങ്കളുടെ പേഴ്സിൽ നിന്ന് പൈസ പോയി എന്ന് ഞാൻ താങ്കളോട് പറഞ്ഞാൽ താങ്കൾ ആദ്യം ചെയ്യേണ്ട കടമ താങ്കളുടെ പേഴ്സ് തന്നെ പരിശോധിക്കുക, ഇത് പോയിട്ടുണ്ടോ ഇല്ലയോ. പോയിട്ടില്ല എങ്കിൽ പിന്നെ എന്നോട് പറഞ്ഞാൽ മതിയല്ലോ, എന്റെ പൈസ പോയിട്ടില്ല, എവിടെ ആ പൈസ കിട്ടിയത്, എന്റെ തെളിവ് കാണും കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു ലോജിക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. അവിടെ അദ്ദേഹത്തിന് ചെയ്യേണ്ടിയിരുന്നത് ഒരു റിവിഷൻ പെട്ടെന്ന് തന്നെ അവിടെ നടത്തേണ്ടിയിരുന്നു. എവിടെ ഈ ബാംഗ്ലൂരിലെ ആ നിയോജക മണ്ഡലത്തിൽ, ആ അസംബ്ലി മണ്ഡലത്തിൽ അദ്ദേഹം ഒരു റിവിഷൻ ഓർഡർ ചെയ്തു. റിവിഷൻ അധികം സമയമൊന്നും എടുക്കത്തില്ല. കാര്യം ബീഹാറില് ഏകദേശം 8 കോടി വോട്ടേഴ്സ് ഉള്ള ബീഹാറില് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സംവിധാനത്തിനും ഒറ്റ മാസം കൊണ്ട് 8 കോടി ജനങ്ങളുടെ അഡ്രസ്സും എല്ലാം റിവൈസ് ചെയ്യാൻ പറ്റിയെങ്കിൽ അദ്ദേഹത്തിന് വെറും 6 ലക്ഷം വോട്ടേഴ്സ് ഉള്ള ഈ മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഒരു റിവിഷൻ നടത്താൻ പറ്റിയില്ല? അദ്ദേഹം വിചാരിച്ചാൽ അദ്ദേഹത്തിന് ഒരാഴ്ച കൊണ്ട്, അല്ലെങ്കിൽ ആക്ച്വലി 2-3 ദിവസം കൊണ്ട് തന്നെ ഇത് നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യാതെ അദ്ദേഹം തെളിവ് വേണം, സത്യവാങ്മൂലം വേണം എന്നൊക്കെ പറയുന്നത് വെറും എന്താണ് പറയുന്നത്, ഈ സത്യത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള വ്യഗ്രതയാണ് അവിടെ കാണുന്നത്. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഇതിന് വേണ്ട തക്കതായ ഒരു അന്വേഷണം അദ്ദേഹം തന്നെ നടത്തിയാൽ മതി. അതിന് വേറെ ആരെ കൊണ്ട് അന്വേഷണം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഡോക്യുമെന്റ്സിന്റെ രേഖകളെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരാള് 5 സ്ഥലത്ത് അദ്ദേഹം വോട്ട് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പറഞ്ഞു. 5 സ്ഥലത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു ക്ലിക്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു വീട്ടിലെ ഒരേ വീട്ട് അഡ്രസ്സിലെ 50 വോട്ടേഴ്സ് ഉണ്ടായിരുന്നു ഇല്ലയോ എന്ന് അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ നോക്കി, അദ്ദേഹത്തിന്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നോക്കി ഒരു ഞെക്കുകൊണ്ട് അദ്ദേഹത്തിന് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്ര നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വളരെ നിസ്സാരമായിട്ട് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാമായിരുന്നു എന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക. ഒരു ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷന്റെ സ്വകാര്യത അല്ലെങ്കിൽ ഇലക്ഷന്റെ സ്വീകാര്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരാൾ പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക എന്നുള്ള ഒരു കടമ അദ്ദേഹത്തിനുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധി രാജ്യത്തെ ഓപ്പോസിഷൻ ലീഡറാണ്, അതായത് പ്രതിപക്ഷ നേതാവാണ്. വിദേശത്തൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റമാണ്. ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റത്തിൽ ലീഡർ ഓഫ് ഓപ്പോസിഷനെ അവിടുത്തെ ഷാഡോ പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് കണക്കാക്കുന്നത്. രാഹുൽ ഗാന്ധിയെ ഷാഡോ പ്രൈം മിനിസ്റ്റർ ആയിട്ട് കണക്കാക്കിയില്ല എങ്കിൽ തന്നെയും അദ്ദേഹം പറയുന്നതിനകത്ത് കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർക്ക് വേണമായിരുന്നു. എന്ന് തന്നെയല്ല, അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു എൻക്വയറി നടത്തിയിട്ട് സത്യമാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം റെസ്പോണ്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെ സംഭവിക്കാതെ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ ഇതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അത് ആൾക്കാരിൽ സംശയം ഉളവാക്കുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന വിധമാണ് ഇലക്ഷൻ കമ്മീഷന്റെ റെസ്പോൺസ്. ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരിധി കവിഞ്ഞ് രാഹുൽ ഗാന്ധി എന്തോ വലിയ അപരാധം ചെയ്തിരിക്കുന്നു എന്നുള്ള മട്ടിൽ സംസാരിക്കുന്നതായിട്ട് തോന്നി. ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിലെ ചിത്രങ്ങൾ, വ്യക്തികളുടെ ചിത്രങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുക വഴി അവരുടെ സ്വകാര്യത ലംഘിക്കപ്പെട്ടു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം വോട്ടർ പട്ടികയുടെ കോപ്പി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കോപ്പി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പരിശോധിക്കുന്നതാണ്. അവിടെയും വേണമെങ്കിൽ നമുക്ക് ആക്ഷേപിക്കാം സ്വകാര്യതയുടെ ലംഘനമാണ്. കാരണം വെച്ചാൽ അതിൽ ചിത്രമുണ്ട്, പേരുണ്ട്, അഡ്രസ്സുണ്ട്, ഇത്തരം വിവരങ്ങളൊക്കെ ആ വോട്ടർ പട്ടികയിലുണ്ട്. വേണമെങ്കിൽ സ്വകാര്യതയുടെ ലംഘനമാണെന്ന് പറയാം. അപ്പോൾ ഇത്തരം ആക്ഷേപം, അതുപോലെ ഇതിൻ്റെ ഡിജിറ്റൽ കോപ്പി കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണവും പറയുന്നത് അത് സ്വകാര്യതയുടെ ലംഘനമായിട്ട് മാറും എന്നുള്ളതാണ്. ഈ ആർഗ്യുമെൻറ്റ്സൊക്കെ, അതുപോലെ ഈ എന്താ പറയുക, മണ്ഡലത്തിലില്ലാത്ത ഒരാളാണ് പരാതി ഉന്നയിക്കുന്നതെങ്കിൽ അയാൾ സത്യവാങ്മൂലം നൽകണം എന്നാണ് വ്യവസ്ഥ എന്ന് പറയുന്നു. അത്
വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പുള്ള ചട്ടം അനുസരിച്ചാണ് അത്തരം ഒരു സംഗതി ഉള്ളത്. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം സ്വീകാര്യമാണ്, അല്ലെങ്കിൽ ഇതൊരു തൊടുന്യായം പറഞ്ഞങ്ങ് ഒഴിവാക്കുക എന്നാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ അഫിഡവിറ്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അഫിഡവിറ്റ് ഒരു വോട്ടർ കൊടുക്കേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു മണ്ഡലത്തിൽ റിവിഷൻ നടക്കുകയാണ്, എന്റെയും അല്ലെ എന്റെ കുടുംബത്തിന്റെയും പേര് അതിനകത്തില്ല. അപ്പോൾ ഞാൻ പേര് ലിസ്റ്റ് വന്നപ്പോൾ എന്റെ പേരും അല്ലെ എന്റെ കുടുംബത്തിന്റെയും പേരില്ല. അപ്പോൾ ഞാൻ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അതിനകത്ത് ഞാനൊരു അഫിഡവിറ്റും കൊടുക്കണം. ഞാൻ AJ ഫിലിപ്പ് ഇന്ന വീട്ടിൽ ഇന്ന എന്റെ ഭാര്യ ഇത്ര മക്കളും കൂടി താമസിക്കുന്ന, എന്റെ മക്കളുടെ ഡീറ്റെയിൽസ് ഇതാണ്, അല്ലെ എന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഇതാണ്, അല്ലെ എന്റെ വീട്ടിൽ താമസിക്കുന്നവരുടെ ഡീറ്റെയിൽസ് ഇതാണ് എന്ന് ഒരു സത്യവാങ്മൂലം കൊടുത്തെങ്കിൽ മാത്രമേ എന്റെ പേര് വീണ്ടും അവിടെ ചേർക്കപ്പെടത്തുള്ളൂ. അതാണ് റിവിഷൻ നടക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇവിടെ രാഹുൽ ഗാന്ധി അതൊന്നും പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ ഇത്രയും വോട്ടുകള്, അതായത് ഒരു വീട്ടിൽ 50 പേർ വോട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ ഫോം 6 ആദ്യമായിട്ട് വോട്ട് ചെയ്യേണ്ടവർക്ക് കൊടുക്കേണ്ട ഫോമാണ്. അത് കൊടുത്തിരിക്കുന്നത് 95, 90, 80, 70 ഒക്കെ വയസ്സ് പ്രായമുള്ളവർക്കാണ് ഈ ഫോം കൊടുത്തത്. ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ 1 മിനിറ്റ് കൊണ്ട് കണ്ടുപിടിക്കാൻ കാര്യങ്ങളാണ്. മറ്റൊന്ന്, സ്വകാര്യ അദ്ദേഹം രാഹുൽ ഗാന്ധി ലംഘിച്ചോ എന്ന് ചോദിച്ചാൽ ഒട്ടും ലംഘിച്ചിട്ടില്ല. കാരണം ഈ ഫോം കൊടുത്തത് അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുത്തത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. ആ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് എല്ലാം പേരുണ്ട്, ആ പേരെല്ലാം ഉണ്ട്. രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തത്? അദ്ദേഹം പറയുന്നത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ വോട്ട് അദ്ദേഹത്തിന്റെ പേര് 10 കിടക്കും. ആ 10 ബൂത്തുകളിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള ആ അധികാരം ഇത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫോട്ടോയാണ് എടുത്ത് കാണിച്ചത്. അതുപോലെ തന്നെ അതൊരു ക്രിമിനൽ ആക്ടാണ്. അദ്ദേഹം ആ വോട്ട് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെങ്കിൽ അതൊരു ക്രിമിനൽ ആക്ടാണ്. ഇപ്പൊ നാളെ ഒരു മർഡർ ചെയ്യുന്നത് ഞാൻ കണ്ടു. ആ മർഡർ ചെയ്ത അതിന്റെ ഫോട്ടോ സഹിതം ഞാൻ നാളെ റിപ്പോർട്ട് ഫയൽ ചെയ്ത പത്രത്തിലിട്ടാൽ ആ മർഡർ ചെയ്ത ആൾക്കൊരിക്കലും പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ ലംഘിക്കുകയായിരുന്നു, അദ്ദേഹത്തിന്റെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചത് അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ആണ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു ലോജിക്കുമില്ല. അത്ര ഇല്ലോജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. പത്രക്കാരെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് തെറ്റ് ചെയ്തതിന് അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. അത് വെറുതെ കൊടുക്കത്തില്ല. FIR പേരുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതിന് കോടതിയിൽ മുമ്പാകെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കും. പക്ഷെ സ്ത്രീകളാണെങ്കിൽ കൊടുക്കത്തില്ല. സ്ത്രീകളുടെ ഇപ്പൊ റേപ്പ് പോലുള്ള സംഭവമാണെങ്കിൽ ആ സ്ത്രീകളുടെ അതിന് പ്രത്യേക നിയമം. പക്ഷെ അതൊന്നും ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഒരു ലംഘനവും നടത്തിയിട്ടില്ല. ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വകുപ്പ് അനുസരിച്ച് അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് 15 ദിവസമായിട്ടും അങ്ങനെ ഒരു കേസ് ഒന്നും ചാർജ് ചെയ്തില്ല? അപ്പൊ അവിടെ ഇതൊക്കെ വെറുതെ മനുഷ്യരെ കളിപ്പിക്കാനായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് ഇത്രയുമുള്ളായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ പ്രത്യേക മണ്ഡലത്തിൽ മഹാദേവപുരത്ത് ഒരു റിവിഷൻ നടത്തണമായിരുന്നു. ആ റിവിഷൻ അവരുടെ അവരുടെ തന്നെ ക്ലെയിം അനുസരിച്ച് വെറും 3-4 ദിവസം കൊണ്ട് നടത്താൻ പറ്റുന്ന ഒരു കാര്യം. അതാണ് പറ്റുകയില്ല എന്ന് പറഞ്ഞ് തള്ളിയത്. അതുകൊണ്ട് വിശ്വാസ്യത ആരുടെയാണ് പോയത്? ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയാണ് പോയത്, രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ്യതയല്ല പോയത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയോട് അദ്ദേഹം പറയുന്നു ഇദ്ദേഹത്തിന്റെ ഈ പ്രൂഫ് അഫിഡവിറ്റ് ഒക്കെ സമർപ്പിക്കണം. BJPയുടെ തന്നെ ചില നേതാക്കൾ, ഉദാഹരണത്തിന് ഹിമാചലിൽ നിന്നുള്ള ഒരു നേതാവ്, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ജയിച്ച കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, അതായത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയൊക്കെ മത്സരിച്ച് ജയിച്ച കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ അവിടെ ബോഗസ് വോട്ടേഴ്സിന് ചേർത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ശരിയായിരിക്കാം, സത്യമായിരിക്കാം. ശരിയാണോ സത്യമാണോ, അത് ശരിയാണോ കള്ളമാണോ എന്നതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ കണ്ടുപിടിക്കും. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ ആരോട് ഒരു BJP നേതാവിനോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ സത്യവാങ്മൂലം സമർപ്പിക്കണം, ഇതിന്റെ രേഖകൾ തരണം എന്നൊന്നും ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഇവിടെ മാത്രം എന്തുകൊണ്ട് ഇത് ആവശ്യപ്പെട്ടു? അതും വളരെ ബാലിശമായ ഒരു ഉത്തരമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്, ഇപ്പോൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, വോട്ടർ പട്ടികയിലെ പല ആളുകളുടെയും വീട്ടു നമ്പർ 0 എന്നാണ്, 00 എന്നാണ്. അത് 1-2 പേരുള്ള നിരവധി പേരുണ്ട്. ഇത് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് രാജ്യത്ത് കോടിക്കണക്കിന് പേർക്ക് വീടില്ലാത്തതുണ്ട്, അപ്പോൾ അവരുടെ വീട്ടു നമ്പർ അങ്ങനെ രേഖപ്പെടുത്താൻ കഴിയുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. നമ്മളിപ്പോൾ ഈ 2014 ശേഷം അല്ലല്ലോ നമ്മൾ വോട്ടർ പട്ടിക കാണുന്നത്, അതിന് മുമ്പ് നമ്മൾ വോട്ടർ പട്ടിക കാണുന്നുണ്ടല്ലോ. അവിടെ ഒന്നും ഇങ്ങനെ 00 എന്ന് രേഖപ്പെടുത്തിയ വോട്ടർമാരുടെ എണ്ണം ഇത്രയധികം കണ്ടതായിട്ട് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല.
വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോഴൊന്നും കേട്ടില്ല. അപ്പോൾ ഈ 2014 ശേഷം ഈ ഭവനരഹിതരായ ആളുകളുടെ എണ്ണം കൂടിയെന്നാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്? പല കാരണങ്ങളുണ്ടല്ലോ. ഇപ്പോൾ GST നടപ്പാക്കിയതിലെ പോരായ്മ, അതുപോലെ നോട്ട് നിരോധനം, കോവിഡ് കൈകാര്യം ചെയ്തതിലെ അപര്യാപ്തത, ഇങ്ങനെ പല കാരണങ്ങളാൽ ഈ വീടില്ലാത്തവരുടെ എണ്ണം കൂടി ഈ 2014 ശേഷം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണോ രാജ്യത്തോട്? അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഒന്ന്, ഇന്ന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഏതെങ്കിലും കോടതിയിൽ നമ്മളൊരു അഫിഡവിറ്റ് കൊടുക്കുകയാണ്, എന്നിട്ട് ഞാൻ എൻ്റെ അഡ്രസ് ഹൗസ് 0 എന്ന് പറഞ്ഞ് ഒരു അഫിഡവിറ്റ് കൊടുത്താൽ ഏത് കോടതിയാണ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഒരു കോടതിയും ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അഡ്രസ്സ് വീട്ടു നമ്പർ വേണമെന്നൊന്നുമില്ല, പക്ഷെ എന്നിട്ട് എന്തെങ്കിലും ഒരു അഡ്രസ്സ്, ഞാൻ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തിന്റെ ഒരു അഡ്രസ്സ്, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള അഡ്രസ്സ് ചേർത്തുകൊണ്ട് കെയർ ഓഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അഡ്രസ്സ് ഉണ്ടാക്കാൻ പറ്റും. അല്ല 0 എന്ന് പറഞ്ഞൊരു അഡ്രസ്സ് കൊടുക്കാനൊക്കത്തില്ല. അതുപോലെ എന്റെ ഫാദറിന്റെ പേര് XYZ=22 എന്നൊരു അഡ്രസ് എന്നൊരു പേര് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് കോടതിയാണ് അംഗീകരിക്കുന്നത്? എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത് അംഗീകരിക്കുന്നു? അപ്പോൾ ഇത് ഈ അഡ്രസ്സിൽ ഉള്ള പ്രശ്നം മാത്രമല്ല, പിതാവിന്റെ പേര് പോലും അല്ലെങ്കിൽ മാതാവിന്റെ പേര് പോലും ബോഗസ് അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇതൊക്കെ വളരെ നിസ്സാര കാര്യങ്ങളല്ലേ? ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് ഇത് പരിശോധിക്കാൻ പറ്റുന്നില്ല? അതിനെന്തിന് വെറുതെ ഈ രാഹുൽ ഗാന്ധിയോട് ചലഞ്ച് ചെയ്യണം? അവർ വേണ്ടത് സുതാര്യതയാണ്, അല്ലെങ്കിൽ സ്വീകാര്യതയാണ്, ജനങ്ങളുടെ സ്വീകാര്യതയാണ് വേണ്ടതെങ്കിൽ അവര് ഇലക്ഷൻ കമ്മീഷൻ ഒരു എൻക്വയറി പറയണം, അല്ലെങ്കിൽ സ്വയം റിവിഷൻ നടത്തി ജനങ്ങളുടെ മുമ്പാകെ ഇത്രയും കള്ള വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം നടന്നു, അല്ലെങ്കിൽ ഇത്രയും കള്ള വോട്ടേഴ്സ് ഉണ്ടായിരുന്നു, അവരെ എല്ലാം ഞങ്ങൾ നീക്കം ചെയ്തു എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാൽ തീരാനുള്ള കാര്യമേ ഉള്ളൂ. അപ്പോൾ ജനങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസം വരും. ജനങ്ങൾക്ക് മനസ്സിലാക്കും ഇത് കള്ളത്തരമൊന്നും ഒളിച്ചു വെക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കും. സാർ, അത് പറയുമ്പോഴേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിലാസത്തിന്റെ കാര്യത്തിലൊക്കെ 000 എന്ന് വീട്ടുപേരുള്ളത്, അതുപോലെ രക്ഷിതാവിന്റെ സ്ഥാനത്ത് XYZ എന്നോ ABCDF എന്നോ ഒക്കെ ഉള്ളത്, ഇതൊക്കെ ശരിയായ രീതിയാണ്, വീട്ടിലാത്ത ആളുകളുടെ എണ്ണം ഇത്ര കണക്കിന് എന്നൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് നാട്ടുകാർക്ക് മനസ്സിലാവും. ആളുകൾ വിദ്യാസമ്പന്നരാണ്, അവർക്കിത് പെട്ടെന്ന് തിരിയും, ഇങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ ഇലക്ഷൻ കമ്മീഷൻ ഇല്ലാതെ പോകുന്നുണ്ടോ? ഇല്ല എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഒരു പക്ഷേ ധാർഷ്ട്യം കൊണ്ടായിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങളുടെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടായില്ലേ, ഞങ്ങളുടെ ഗവൺമെന്റ് ഞങ്ങളാണ് എന്നുള്ള ധാരണ കൊണ്ട്, അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത്. പക്ഷെ സത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അവർക്ക് പറ്റിയ പാളിച്ചകളെ കുറിച്ച് അല്ലെങ്കിൽ വീഴ്ചകളെ അംഗീകരിച്ചുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക. അതാണ് രാജ്യത്ത് വേണ്ടത്, അതാണ് ജനാധിപത്യ സംവിധാനത്തിൽ വേണ്ടത്. ആർക്കും ഇലക്ഷൻ കമ്മീഷൻ തെറ്റുപറ്റായിക്കൂടാകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് ഇനിയും നല്ലൊരു ഇലക്ടറൽ റോള് ഉണ്ടാക്കുക. അതാണല്ലോ ബീഹാറിൽ അവർ പറഞ്ഞത്. ബീഹാറിൽ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 2024 അവിടെയും വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടായിരുന്നു, അവിടെ ഒരു കുഴപ്പവുമില്ലായിരുന്നു. പക്ഷേ അവരവിടെ എന്താണ് പറഞ്ഞത്? ഈ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് തകരാറുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് റിവൈസ് ചെയ്യുന്നത്. റിവൈസ് ചെയ്യാൻ ഞങ്ങൾ മോഡൽ എടുക്കുന്നത് 2003 വോട്ടേഴ്സ് ലിസ്റ്റാണ് എന്നൊക്കെ പറയുന്ന അതേ ഇലക്ഷൻ കമ്മീഷനാണ് ഇവിടെ പറയുന്നത് 2024 ഈ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് ഒരു തകരാറുമില്ല. അപ്പൊ ഇതിൽ ഉള്ള വൈരുദ്ധ്യം ജനങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഇത് ജനങ്ങൾ മനസ്സിലാക്കിയാൽ എന്താ, ഇറ്റ് ഡസന്റ് മാറ്റർ ടു അസ് എന്നുള്ളതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. അത് പറയുമ്പോഴേ ഇപ്പോൾ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം വന്ന് 45 ദിവസത്തിനകം എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിയമപരമായി ഇനിയൊന്നും സാധ്യമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യമുണ്ട്. അതുപോലെ ഒരു ഓട്ടോക്രാറ്റായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ ഓട്ടോക്രാറ്റായിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളൊരു തോന്നൽ കൂടി ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അവരുടെ ഭാവങ്ങളിലൂടെയും അവരുടെ ശബ്ദങ്ങളിലൂടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസിൽ ആദ്യം തന്നെ പറയുകയുണ്ടായി. ഇത് ഡിലേ വരുന്നതിന്റെ കാരണം ഈ ഒരു നിയോജകമണ്ഡലത്തിലെ, ഒരു അസംബ്ലി നിയോജകമണ്ഡലത്തിലെ 6 ലക്ഷം പേരടങ്ങുന്ന ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാൻ ഏതാണ്ട് 40-45 ആൾക്കാർക്ക് കുറെ മാസങ്ങൾ ചെലവഴിക്കേണ്ടി വന്നു. അല്ല, ചെറിയൊരു എക്സസൈസ് അല്ല. അത്രയും ബണ്ടിൽ 7 അടി ഉയരത്തിലുള്ള ലിസ്റ്റ് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കുക. എന്നിട്ട് ഒരു പേര്, കൃഷ്ണ സിംഗ് എന്നുള്ള പേര് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഇലക്ട്രോണിക്കലായിട്ട് പരിശോധിക്കാനൊക്കത്തില്ല, നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ ഇങ്ങനെ പരിശോധിക്കണം. അപ്പൊ പരിശോധിക്കാനായിട്ട് സമയം വേണ്ടി വന്നു. അതുകൊണ്ടാണ് ഡിലേ വന്നത്, അല്ലാതെ അദ്ദേഹത്തിന്റെ കുഴപ്പമോ അല്ലെങ്കിൽ ഇതുകൊണ്ടല്ല.
45 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മുടന്തൻ ന്യായങ്ങളാണ്. നമുക്ക് വേണ്ടത് ഈ മുടന്തൻ ന്യായം പറഞ്ഞ അദ്ദേഹത്തിന് രക്ഷപ്പെടാം, അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷെ അതാണോ സത്യം? സത്യം വേണ്ട എന്താണ് ഇവിടെ വേണ്ടത്? ഇവിടെ ജനങ്ങൾക്ക് ഈ കഴിഞ്ഞ അവിടെ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ചില സംശയങ്ങൾ രാഹുൽ ഗാന്ധി ഉയർത്തി. ആ സംശയങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് അദ്ദേഹത്തിന് ഇലക്ഷൻ കമ്മീഷണർക്ക് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും. അത് പ്രഖ്യാപിക്കാതെ തെളിവിതാ ഇതാ എന്നൊക്കെ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അദ്ദേഹം, ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നു, അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ അപാകതകള് പരിഹരിക്കാൻ ഞങ്ങൾ നടപടിയെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത റിവിഷൻ വരുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ ഈ അപാകതകൾ പരിഹരിച്ച് നല്ലൊരു വോട്ടേഴ്സ് ലിസ്റ്റ്, കുറ്റമറ്റ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഞങ്ങൾ പുറത്തിറക്കും എന്ന് പറയേണ്ടതിന് പകരം അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടെ ചോദിച്ചോളൂ. താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ ബീഹാറിലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ബീഹാറിൽ അങ്ങനെ ഒരു നടപടി എടുക്കുന്ന കമ്മീഷൻ തന്നെയാണ് ഇവിടെ ഇതിനെക്കുറിച്ച് തീർത്തും നിഷേധാത്മകമായിട്ട് സമീപിക്കുന്നത്. പക്ഷേ ബീഹാറിൽ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെ കുറിച്ച് തന്നെ വലിയ പരാതിയുണ്ട്. അത് വേറെ ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അത് പൗരത്വവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് എന്നുള്ള ആക്ഷേപമുണ്ട്. ഇപ്പോൾ ഈ പുതിയ പരാതി വന്ന സാഹചര്യത്തിൽ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന സംശയങ്ങൾ ഒരുപാട് നിൽക്കുന്ന ഒരു നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതങ്ങ് സ്റ്റീം റോൾ ചെയ്യാൻ പാകത്തിൽ ആയിപ്പോയോ ഈ പരാതിയും അതിനെ തുടർന്നുണ്ടായ സാഹചര്യവും? അതായത് ഈ ഇപ്പോൾ ബീഹാറിലെ ഒരു മാസം കൊണ്ട് 8 കോടി ജനങ്ങളുടെ 8 കോടി ആൾക്കാരുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് അവർ റിവൈസ് ചെയ്ത് അതിൽ നിന്ന് 65 ലക്ഷം ആൾക്കാരെ മാറ്റി എന്ന് അവർ പറയുന്നു. അപ്പോൾ അവർ ചെയ്യേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 65 ലക്ഷം പേര് ആരൊക്കെയാണ്, അവരുടെ അഡ്രസ് എല്ലാം വെളിപ്പെടുത്തുക. അപ്പോൾ അവർക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർ കണ്ടുപിടിക്കാൻ പറ്റും അവർക്ക് അവരുടെ പേരുണ്ടോ ഇല്ലയോ. അപ്പോൾ അവർക്ക് അതിന്റെ നടപടികൾ സ്വീകരിക്കാൻ പറ്റും. പക്ഷെ അതൊന്നും ചെയ്യാതെ വെറുതെ നമ്പർ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയും കൊടുക്കേണ്ടത് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ടെക്നോളജി അഡ്വാൻസ് ചെയ്ത ഒരു പീരീഡിലാണ്. ഇന്ന് എന്റെ പേരിൽ AJ ഫിലിപ്പ് എന്നുള്ള പേരിൽ ലോകത്തിൽ എവിടെയെങ്കിലും ഒരു ആർട്ടിക്കിൾ എന്റെ പേര് പ്രതിപാദിക്കുന്ന ഒരു ആർട്ടിക്കിൾ വന്നാൽ പിറ്റേ ദിവസം അന്നേരം തന്നെ എന്നെ ഗൂഗിള്, അതായത് ബില്യൺസ് ഓഫ് പേജസ് മാറ്റർ നോക്കിയിട്ട് എന്നെ ഒരു സെക്കൻഡ് കൊണ്ട് എന്നെ അറിയിക്കും AJ ഫിലിപ്പിനെ കുറിച്ച് ഒരു ആർട്ടിക്കിള് വാഷിംഗ്ടണിൽ ഒരു പത്രത്തിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബീഹാറിലെ ബെഗുസരായിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ചെറിയ പത്രത്തിൽ എന്റെ പേര് AJ ഫിലിപ്പ് എന്ന് ഇംഗ്ലീഷിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രോണിക്കലി ഇത് ആക്സസ് ചെയ്യാൻ അധികാരം കൊടുത്താൽ ജനങ്ങളുടെ സ്വകാര്യത തകരാറ് വരും എന്നൊക്കെ പറയുന്നത് വെറും തെറ്റിദ്ധാരണജനകമാണ്. അതൊക്കെ സത്യത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള വ്യഗ്രതയുടെ ഭാഗമായിട്ട് മാത്രമേ എനിക്കിതിനെ കാണാൻ പറ്റുകയുള്ളൂ. റൈറ്റ്. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷം ആലോചിക്കുന്നത്, ഇന്ത്യ സഖ്യം ആലോചിക്കുന്നത് ഒരു ഇംപീച്ച്മെൻറ്റ് മോഷനെ കുറിച്ചൊക്കെയാണ്. ഇംപീച്ച്മെൻറ്റ് മോഷൻ ഒരുപക്ഷെ അത് അവതരിപ്പിക്കാൻ സാധിച്ചേക്കും, പക്ഷെ അത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ എങ്കിൽ പോലും അതിലേക്ക് കടക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒരു പാർലമെൻറ്റിൽ കുറെ കൂടെ വിശദമായിട്ടുള്ളൊരു ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചേക്കും എന്ന് തോന്നുന്നു. ആ നിലയ്ക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ ആ നീക്കം ഗുണകരമാകുമെന്ന് തോന്നുന്നു. ഇംപീച്ച്മെന്റിനുള്ള സാധ്യതയൊന്നുമില്ല. കാര്യം ഇംപീച്ച് ചെയ്യണമെന്നില്ല. ആദ്യം ഓഫ്കോഴ്സ് അവർക്ക് വേണ്ട വോട്ട് കാണും. ഇംപീച്ച്മെന്റ് ചെയ്യാനായിട്ടുള്ള വോട്ടുകൾ കാണും, ആവശ്യപ്പെടാനുള്ള വോട്ടുകൾ കാണും. പക്ഷെ അത് പാസ്സാക്കി എടുക്കാനുള്ള വോട്ടൊന്നും ഇന്ന് ഓപ്പോസിഷന് ഇല്ല. അപ്പൊ അത് ഭരണകക്ഷിയുടെ സഹായിച്ചെങ്കിൽ മാത്രമേ ഒരു ഇംപീച്ച്മെന്റ് മോഷൻ പാസ്സാകുകയുള്ളൂ. അപ്പോൾ ആ ഇംപീച്ച്മെന്റ് എന്നുള്ള നടപടിയൊന്നും നടക്കത്തില്ല. പിന്നെ അതിന് പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശപ്പെടാം, അല്ലെങ്കിൽ ഇദ്ദേഹം അർഹനാണ്, ഇദ്ദേഹം ഇംപീച്ച് ചെയ്യപ്പെടാൻ അർഹനാണ് എന്നൊക്കെ പറയാൻ പറ്റും. ഒരു ജഡ്ജി തെറ്റായ ഒരു നടപടി സ്വീകരിച്ചു, അതിനെതിരെ ഒരു വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തി, അതായത് രാജ്യസഭയുടെ അധ്യക്ഷനായിരുന്ന ഒരു വ്യക്തി, അതിന് വേണ്ട ഒരു നടപടിക്രമം അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഗവൺമെന്റ് ആ വൈസ് പ്രസിഡന്റിനെ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ഇംപീച്ച്മെന്റ് നടക്കണം? ഇംപീച്ച്മെന്റ് ഒന്നും നടക്കത്തില്ല. വൈകിട്ട് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം വിളിച്ച ആൾക്ക് രാജിവെച്ച് പോകേണ്ടി വന്നു വൈകുന്നേരം ആവുമ്പോഴത്തേക്കും. അതേസമയം ഈ ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി ആരുമായിക്കൊള്ളട്ടെ, അദ്ദേഹം ലീഡർ ഓഫ് ഓപ്പോസിഷനാണ്. അദ്ദേഹം കൂടെ അംഗമായ ഒരു 3 അംഗ കമ്മിറ്റിയാണ് ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തത്. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തൊരു വ്യക്തിയാണ്, അപ്പോയിന്റ് ചെയ്ത വ്യക്തികളിൽ ഒരാളാണ്
രാഹുൽ ഗാന്ധി. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കുറെ സംശയങ്ങൾ ഉയർത്തിയത്. അപ്പോൾ ആ സംശയത്തിന് പരിഹാരം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സംശയം നിരാകരിക്കുക, അതിന് പകരം അദ്ദേഹം വെറുതെ ഈ ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്നത് എന്താണ് വെളിച്ചത്ത് കൊണ്ടുവന്നത്? അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസ് ഞാൻ കുറെ കണ്ടു. അദ്ദേഹത്തിന്റെ ശരീരഭാഷ, അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ, ഇതൊന്നും ഒരു 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 കറകളഞ്ഞ ഒരു IAS ഉദ്യോഗസ്ഥന് ശോഭ നൽകുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം ഉണ്ടെങ്കിൽ ഡിഗ്നിഫൈഡ് ആയിട്ട് അതിനെ നേരിടണം. അത് ചെയ്യാതെ അദ്ദേഹം പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ വന്ന് വിളിച്ചു പറഞ്ഞതായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസ് കോൺഫറൻസ് തോന്നിയത് എന്നെനിക്ക് നിർഭാഗ്യവശാൽ പറയേണ്ടതുണ്ട്. കാര്യം ഒരു ഇലക്ഷൻ കമ്മീഷണറെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണറെ രാഷ്ട്രീയക്കാരുടെ ആളായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അവർക്ക് ഇൻഡിപെൻഡൻസ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഭരണഘടന വേണ്ട അധികാരം അവർ കൊടുത്തിട്ടുണ്ട്, വേണ്ട ഇൻഡിപെൻഡൻസ് കൊടുത്തിട്ടുണ്ട്. TN ശേഷൻ ഒറ്റ ഒരാള് ഇവിടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ കാലത്ത് അദ്ദേഹത്തെ ഒതുക്കാനായിട്ടാണ് വേറെ രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരെ കൂടി അപ്പോയിന്റ് ചെയ്തത്. അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ 2 അല്ല 500 പേരെ അപ്പോയിന്റ് ചെയ്തു. ഞാനായിരിക്കും ഇലക്ഷൻ നടത്തുന്നത്, ഞാനാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഞാനായിരിക്കും നടത്തുന്നത് എന്ന് അദ്ദേഹം വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. അതിന് വേണ്ട നടപടികൾ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ആ ഒരു റോളിനെ ഞാൻ അഭിമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ, നമ്മളുടെ ഈ രാജ്യത്ത് ജനാധിപത്യം ശരിയായ രീതിയിൽ പോകണമെങ്കിൽ അതിന് ഒരു അമ്പയർ വേണം. അതിന് വേണ്ടത് ഒരു ഇലക്ഷൻ കമ്മീഷനാണ്. അതായത് വിശ്വാസയോഗ്യമായ ഒരു ഇലക്ഷൻ കമ്മീഷൻ വേണം. ഇലക്ഷൻ കമ്മീഷൻ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ വിശ്വാസം ജനിപ്പിക്കത്തക്ക രീതിയിൽ വേണം ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളും പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഗുരുതരമായ ആക്ഷേപങ്ങൾ വളരെ എന്താ പറയുക, വളരെ ലളിതമായി മറുപടി പറഞ്ഞ് ഒഴിവാക്കാൻ കഴിയുന്നതല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഏത് കാലത്ത് ബോധ്യപ്പെടും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനോടൊപ്പം ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിൻ്റെയും നേതൃത്വത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ ഉദ്ദേശിച്ച് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ കൂടി വോട്ട് കൊള്ള എന്ന വിഷയം കൂടി ഉന്നയിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്ര, ആ യാത്രയിലുള്ള ജനപങ്കാളിത്തം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചേക്കും എന്ന് നമ്മൾ കരുതണം. വളരെയധികം നന്ദി ശ്രീ AJ ഫിലിപ്പ് ഞങ്ങളോട് ഈ ഘട്ടത്തിൽ സംസാരിച്ചതിന്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.